ഈ സമയം എന്ന് പറയുന്നത് എത്ര പെട്ടെന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഈ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് അടുക്കുന്നത് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പം പറഞ്ഞു വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നീറ്റ് 2025 ഇനി നമുക്ക് 7 മാസങ്ങൾ കൂടിയാണുള്ളത്. അപ്പോൾ ഈ 7 മാസങ്ങളിൽ നമ്മളെ പ്രിപ്പറേഷൻ ജേർണിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ മിസ്റ്റേക്സ് നമ്മൾ വരുത്താൻ പാടില്ല, ഇതൊക്കെയാണ് മിസ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ നീറ്റ് 2025 എഴുതാൻ പോകുന്നത് ഒന്നെങ്കിൽ +1 +2 നീറ്റൊക്കെ പഠിച്ച് അല്ലെ നമ്മുടെ +2 ഇപ്പോൾ ഉള്ള മക്കളായിരിക്കും, അതല്ലെങ്കിൽ നീറ്റ് റിപ്പീറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 2 കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിലും നമുക്കുള്ള ഈ 7 മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ 7 മാസം, അതായത് മെയ്യിൽ നമ്മളുടെ എക്സാം നടക്കുന്ന ആ ഡേറ്റ് വരെ നമ്മളുടെ പോർഷൻസ് ഇങ്ങനെ നമുക്ക് മുന്നോട്ടേക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോ ചാപ്റ്റർ ഏപ്രിൽ ലാസ്റ്റ് വരെ നമ്മളുടെ അവസാനത്തെ ചാപ്റ്റർ വരെ നമ്മളിങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രിപ്പറേഷൻ ഒരു ശരിയായ ഡിറക്ഷനിലല്ല എന്നാണ് അർത്ഥം. അതായത് നമ്മളുടെ പ്രിപ്പറേഷൻസ് ഈ ഒരു 7 മന്ത്സിൽ നമ്മൾ വളരെ കാര്യമായിട്ട് അനലൈസ് ചെയ്യണം. നിങ്ങൾ ഇപ്പം കുറേ ദിവസങ്ങളിലായിട്ട് ചിലപ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ +2 എത്തിയതിൻ്റെ ആ ഒരു ഇത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ, നിങ്ങളുടെ ഓണം വെക്കേഷൻ്റെ അതൊക്കെ ആയിട്ട് നിങ്ങളിപ്പോൾ കുറച്ചൊന്ന് ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കതിന് സമയമില്ല. കാരണം ഇനി വരുന്ന ഈ ഒരു 7 മന്ത്സ് നമുക്ക് ഭയങ്കര ക്രിട്ടിക്കലാണ്. ഈ ഒരു 7 മാസം അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, പക്ഷേ ഇനി 7 മാസം ഉണ്ടല്ലോ, നമുക്ക് പഠിച്ചെടുക്കാൻ ഒത്തിരി സമയമില്ലേ, പിന്നെ എന്തിനാണ് നമ്മളിപ്പോൾ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ഈ 7 മാസത്തിൽ ഒരു മിനിമം 3 മാസമെങ്കിലും, ലാസ്റ്റ് 3 മന്ത്സ് എങ്കിലും നിങ്ങൾക്ക് അത് റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റണം. പ്യുവർ റിവിഷൻ. അവിടെ നിങ്ങൾക്ക് ഇനി പുതിയതായിട്ടൊന്നും പഠിക്കാനുണ്ടാകാൻ പാടില്ല. അവിടെ നിങ്ങൾ ഇത്രയും കാലം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ മിനിമം നിങ്ങൾക്ക് ഒരു 3 മന്ത്സ് എങ്കിലും ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കി ഇനി എത്രയുണ്ട്? 4 മന്ത്സ് ആണ്. അപ്പോൾ ഈ 4 മാസം കൊണ്ട് മിസ് ഞാനിനി എന്തെങ്കിലും ആവോ, ഇനി ആകെ കൂടെ ടെൻഷനാവുന്നു. നിങ്ങളെ ടെൻഷനാക്കാൻ വേണ്ടിയിട്ടല്ല മക്കളെ ഈ ഒരു വീഡിയോ. ഇതെന്താന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ കുറച്ച് മാസങ്ങൾ നിങ്ങൾ ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷനെ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ ഇത്രയും കാലത്തെ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണി നിങ്ങൾക്ക് വേസ്റ്റ് ആയി പോകും. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഇത് പറയുന്നത്. അപ്പോൾ നമ്പർ 1 നമുക്ക് ചെയ്യാനുള്ളത്, ഇനിയുള്ള ആ ഒരു 7 മന്ത്സിൽ നമ്മൾ ഒരു 4 മാസം കൊണ്ട് നമ്മളുടെ ചാപ്റ്റേഴ്സ്, നിങ്ങളിനി പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവണം. ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വേറെ ഏതെങ്കിലും ബാച്ചുകളോ വേറെ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനൊക്കെ പഠിക്കുമ്പോൾ അവർ അതിനനുസരിച്ചുള്ള പ്ലാനിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടാകും. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നേരത്തെ തന്നെ ചെയ്ത് നിങ്ങൾക്ക് റിവിഷനുള്ള സമയം അവർ കണ്ടിട്ടുണ്ടാകും. അതല്ല നിങ്ങൾ സെൽഫ് ലേണിംഗ് ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും, ഇപ്പം നമ്മുടെ ആണെങ്കിൽ നിങ്ങൾ ബാച്ചസിലൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷേ ബാച്ചിൻ്റെ ടൈം ടേബിളിൻ്റെ കൂടെ അല്ല നിങ്ങൾ പോകുന്നത്, നിങ്ങൾക്ക് ബാക്ക്ലോഗ്സ് ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അവിടെയാണ് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ളൊരു എഫേർട്ട് വേണ്ടത്. അപ്പം നിങ്ങളൊരു സെൽഫ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഈ 4 മന്ത്സിനുള്ളിൽ നമ്മൾ വളരെ നല്ല പോലെ തന്നെ നമ്മൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളുടെ ലേണിംഗ് മുന്നോട്ട് കൊണ്ടുപോകണം, നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. അതല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ സെൽഫായിട്ട് പഠിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു സ്റ്റഡി റുട്ടീൻ ഉണ്ടാക്കുക. നിങ്ങളുടെ ലേണിംഗ് ടൈം വേറെ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. പ്രത്യേകിച്ച് മിസ് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയ എന്നുള്ളത് ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ് അങ്ങനത്തെ അക്കൗണ്ട്സ് ഒക്കെ നിങ്ങൾ ആ ആപ്പ് ഡിലീറ്റ് ചെയ്താൽ മതി. അക്കൗണ്ട് അവിടെ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ നീറ്റ് എക്സാം കഴിഞ്ഞാൽ ഉപയോഗിക്കാമല്ലോ. അങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാറി നിൽക്കുക. കംപ്ലീറ്റ്ലി നിങ്ങൾ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളുടെ നീറ്റിന് വേണ്ടി തന്നെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാനൊരു ചാൻസ്. കാരണം അവിടെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പുറത്തു നിന്ന് ആരുമില്ല, നമ്മൾ തന്നെയാണ് നമ്മളുടെ കൺട്രോളിലുള്ള. അപ്പം നമുക്ക് നമ്മുടെ സ്റ്റഡി ടൈം കുറഞ്ഞ് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ ചാൻസ് കൂടുതലാണ്. നേരെ മറിച്ച് ഒരു ഓഫ്ലൈനിൽ ഒരു ഹോസ്റ്റലിലൊക്കെ ഇരുന്ന് പഠിക്കുന്ന കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ കാര്യങ്ങളൊന്നും ഡിസ്ട്രാക്ഷൻ ഉണ്ടാവില്ല, അവർ ഭയങ്കര ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾ ഓൺലൈനിലാണ് പഠിക്കുന്നതെങ്കിൽ മക്കളെ നിങ്ങളും എന്ത് ചെയ്യാം, ഒരു ഹോസ്റ്റൽ മൂഡിലേക്ക് തന്നെ വരിക. ഓക്കെ, ഇപ്പോൾ ഹോസ്റ്റൽസിലാണെങ്കിൽ നമുക്ക് മറ്റേ ഈ ഫോൺസിനൊക്കെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതേപോലെ നിങ്ങളും റെസ്ട്രിക്റ്റഡ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് വേറെ ഒരു തരത്തിലുള്ള, ഇപ്പോൾ ഹോസ്റ്റലിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സെലിബ്രേഷൻസിന് പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ സെലിബ്രേഷൻസ് നമ്മളൊരു ഹോസ്റ്റലിലാണെന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ,
ആൻഡ് നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത് എന്ത് വെച്ച് തുടങ്ങും? ഇപ്പം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീക്ക് പോയിന്റ്സും അവരുടെ സ്ട്രോങ് പോയിന്റ്സും വേറെ ആയിരിക്കും. ചില ആൾക്കാർക്ക് അവർ ഫിസിക്സ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, കെമിസ്ട്രി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ബയോളജി ആയിരിക്കും വീക്ക്. അപ്പോൾ നിങ്ങൾ ബയോളജിയിൽ ഫോക്കസ് ചെയ്യാം. ചില ആൾക്കാർക്ക് ബയോളജി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ഫിസിക്സ് ഒക്കെ വീക്ക് ആണെങ്കിൽ നമുക്കൊരു നാച്ചുറൽ ടെൻഡൻസി വരും നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെ വീണ്ടും വീണ്ടും പഠിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്തു പോകരുത്. കാരണം ഇപ്പോൾ ബയോളജിക്കൊക്കെയാണ് നിങ്ങൾ പഠിക്കാത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഒന്നും പഠിക്കാത്ത ആളെക്കുറിച്ചല്ല കേട്ടോ മിസ് പറയുന്നത്. അപ്പം ബയോളജിയൊക്കെയാണ് നിങ്ങളുടെ വീക്ക്, നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റിൽ റിവിഷനിലൂടെയും ഒക്കെ നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാവുന്നതാണ്, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി പോലത്തെ സബ്ജക്ട്സ് നിങ്ങൾ ഭയങ്കര വീക്കാണ്, നിങ്ങൾ ഒട്ടും അത് പ്രാക്ടീസ് ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ അത് ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സമയം നല്ലപോലെ ഉപയോഗിക്കുക. കാരണം ഈ ഫിസിക്സിലെയും കെമിസ്ട്രിയിലൊക്കെ ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് ഒറ്റൊരു ദിവസം കൊണ്ട് ചെയ്താൽ കിട്ടുന്നൊരു കാര്യമല്ല. അതിൻ്റെ ആ ഒരു പ്രസിഷൻ, അതിൻ്റെ ആ ഒരു അക്യുറസി, അത് എത്രത്തോളം ഫാസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മളുടെ പ്രാക്ടീസാണ് അതിൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ പെർഫെക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഈ സമയങ്ങളിൽ അതിന് കൂടുതൽ സമയം കൊടുക്കുക, എന്നിട്ട് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അത് നിങ്ങൾ സ്ട്രോങ് ആക്കാൻ നോക്കുക. ഇപ്പം നീറ്റിൻ്റെ ബയോളജി അല്ലേ ഇമ്പോർട്ടൻറ്റ്, എന്നാൽ ബയോളജി മാത്രം പഠിച്ച് കളയാം. ബയോളജി മാത്രം പഠിച്ച് നിങ്ങൾ അതിൽ ഫുള്ള് വാങ്ങിയാലും നിങ്ങൾക്ക് 360 ഉള്ളൂ. ബാക്കി മാർക്സ് അല്ലെങ്കിൽ നിങ്ങളൊരു 650+ എത്തിക്കാൻ നിങ്ങളുടെ ഫിസിക്സും കെമിസ്ട്രിയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി നോക്കുക. ഇനി നിങ്ങളിപ്പം നിങ്ങൾക്ക് ബാക്ക്ലോഗ്സ് ഉള്ളവരാണെങ്കിലും മിസ് മുന്നേ ഒരു വീഡിയോയിൽ നമ്മുടെ ചാനലിൽ തന്നെ ആ വീഡിയോ ഇരിപ്പുണ്ട്, ബാക്ക്ലോഗ്സ് എങ്ങനെ കവർ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ ബേസിക് സ്ട്രാറ്റജി ഇത്രയേ ഉള്ളൂ. ബാക്ക്ലോഗ്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം ടേബിൾ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് എപ്പോഴും ബാക്ക്ലോഗ്സ് വരും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളുടെ ടൈം ടേബിളിൻ്റെ കൂടെ തന്നെ പോകാൻ നോക്കാം. ബാക്ക്ലോഗ്സ് എക്സ്ട്രാ ടൈം എടുത്ത് ചെയ്ത് തീർക്കാം. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 5 മണിക്കൂറാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെങ്കിൽ 4 മണിക്കൂർ നിങ്ങൾ ആ ടൈം ടേബിളിൻ്റെ കൂടെ തന്നെ പഠിക്കുക. ആ ഒരു എക്സ്ട്രാ 1 hour നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്ക്ലോഗ്സ് കവർ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ ബേർഡൻ ഇല്ലാതെ ബാക്ക്ലോഗ്സ് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ രീതിയിൽ ഈ ഒരു ടൈം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങൾക്ക് 7 മാസമാണ് ഈ സമയമുള്ളത്. അപ്പോൾ എൻ്റെ മക്കളെ എന്ത് ചെയ്യുക, വളരെ എഫിഷ്യൻ്റായിട്ട് എഫക്റ്റീവായിട്ട് ഈ സമയം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടും. നിങ്ങൾ ആരും കഷ്ടപ്പെടുന്നത് നമുക്കൊരു ആഗ്രഹമില്ല. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിട്ട് എത്തണം എന്നാണ് മിസ്സിന് ആഗ്രഹിക്കാനുള്ളത്. പിന്നെ ഇപ്പം ഈ വീഡിയോ കാണുന്ന കുറേ മക്കൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, മിസ് ഇനി പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവോ, ഞാൻ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, ഇനി പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവോ? മക്കളെ, ഇനി പഠിച്ചാലും ശരിയാകും, പക്ഷേ അതിനൊരു കണ്ടീഷൻ, നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. മിസ് ഇപ്പം പറയുകയാണ് ഇനി നിങ്ങൾക്ക് ഒരു 7 മാസം കൂടെ സമയമുണ്ടെന്ന് മിസ് ഇപ്പം പറയുന്നില്ലേ, ഈ സമയത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇനി നിങ്ങൾ ഈ വീഡിയോ ഒരു 5 മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ നീറ്റ് എക്സാമിന് ഒരു 2 മാസം മുൻപ് ഇനി പഠിച്ചാൽ റെഡിയാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. കാരണം ആ 2 മാസം കൊണ്ട് നിങ്ങൾ പുതിയതായിട്ട് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? നിങ്ങൾക്ക് 7 മാസം ഇപ്പം സമയമുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങളെക്കൊണ്ട് പറ്റും. അതിനൊരു കാരണം, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ +1 +2 സിലബസ് അറിയാം, നിങ്ങളത് പഠിച്ചിട്ടുണ്ട്, നിങ്ങളതിൻ്റെ എക്സാംസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് അത് പറ്റാത്തൊരു കാര്യമല്ല. നമ്മൾ കുറച്ചുകൂടി ടൈം എടുക്കണം, കുറച്ചുകൂടി എഫേർട്ട് എടുക്കണം, തീർച്ചയായിട്ടും വേണം. ആ ഒരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, അതും വളരെ സീരിയസ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇനി ഉഴപ്പി പോകാം, അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ല് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ടൈം സ്പെൻഡ് ചെയ്യാം, ആ ഒരു രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എവിടെ എത്തില്ല. അപ്പം നമ്മുടെ പ്രിപ്പറേഷൻസ് വളരെ സ്ട്രോങ് ആയിട്ടും സീരിയസ് ആയിട്ടും കാണേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളിങ്ങനെ കളിച്ചിരിക്കുന്ന സമയത്ത് ഒത്തിരി ആൾക്കാർ അതിന് വേണ്ടിയിട്ട് വളരെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങൾക്കും ചെയ്തെടുക്കാവുന്നൊരു കാര്യം, നമ്മൾ ഉഴപ്പുന്നത് കൊണ്ട് മിസ്സാകരുത്. മിസ് പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു 7 months മനസ്സിൽ വെക്കുക, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യാം. ഈ ഒരു ഹാർഡ് വർക്കൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്ന ഈ കഷ്ടപ്പാടുകളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൽ ഒരു മെറിറ്റ് സീറ്റ് കിട്ടുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്കതൊരു സന്തോഷമുള്ള ഒരു മെമ്മറി ആയിട്ട് മാറും. അങ്ങനെ ഒരു സന്തോഷമുള്ള മെമ്മറി നിങ്ങൾക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യുക, നിങ്ങളുടെ 100% കൊടുത്ത് വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാകും. ഓൾ ദി ബെസ്റ്റ്.